ഓം ശാന്തി. ഞാൻ മാസ്റ്റർ സർവശക്തിവാനായ ആത്മാവാകുന്നു. ഞാൻ സർവശക്തികളാലും സമ്പന്നമായി ഓരോ ശക്തികളും കാര്യത്തിൽ ഉപയോഗിക്കുന്ന മാസ്റ്റർ സർവശക്തിവാനാകുന്നു. ഒരു ശക്തിയുടെ പോലും കുറവുണ്ടാകുന്നില്ല. മാത്രമല്ല, സമയത്ത് ഏത് ശക്തിയാണോ ആവശ്യമായത് ആ ശക്തി പ്രയോജനപ്പെടുന്നു. അപ്പോൾ മാസ്റ്റർ സർവശക്തിവാനാണെന്ന് പറയുന്നു. പ്രാപ്തികളെ മറക്കുമ്പോൾ ക്ഷീണിതനാകുന്നു. അതിനാൽ ഞാൻ സദാ പ്രാപ്തികളെ മുന്നിൽ വയ്ക്കുന്നു. ഇപ്പോൾ ഞാൻ ബാബയുടെ ദൃഷ്ടിയിലൂടെ സംതൃപ്തനാകുന്നു. സംതൃപ്തമാകുക എന്ന് വച്ചാൽ സ്വർഗത്തിൻ്റെ അധികാരിയാവുക എന്നതാണ്. എൻ്റെ ലക്ഷ്യം മുക്തിധാമത്തിലേക്ക് പോകുക എന്നതാണ്. അതിനുവേണ്ടി ഞാൻ ശരീരത്തിൽ നിന്നും ബുദ്ധിയോഗം മാറ്റുന്നു. ശബ്ദത്തിൽ നിന്നും ചലനത്തിൽ നിന്നും ഉപരിയായി ശാന്തിയിലിരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ശാന്തി അഥവാ നിർവാണത്തിൽ പോകണം. ഞാൻ എൻ്റെ പാരലൗകിക പിതാവ് പരംപ്രിയ പരമാത്മാവിൻ്റെ ദൃഷ്ടിയുടെ മുന്നിലാണുള്ളത്. ബാബയുടെ
ദൃഷ്ടിക്ക് മുന്നിൽ വരുന്നത് കൊണ്ട് ഞാൻ 21 ജന്മം സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടുന്നു. ബാബയുടെ ദൃഷ്ടിയിൽ കുട്ടികളും കുട്ടികളുടെ ദൃഷ്ടിയിൽ ബാബയും ഉൾക്കൊള്ളുന്നു. ഞാൻ ബാബയുടെ ദൃഷ്ടിയിലൂടെ സംതൃപ്തനാകുന്നു. ബാബയിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. ഞാൻ പരിധിയില്ലാത്ത സന്താനമാണ്. ഞാൻ ബാബയുടെ ദൃഷ്ടിക്ക് സമീപമിരിക്കുകയാണ്. കേവലം 2 അക്ഷരം കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നെ നിരന്തരം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ സംതൃപ്തനാകും. അർത്ഥം സ്വർഗത്തിൻ്റെ അധികാരിയാകും. ബാബ സെക്കൻഡിൽ ദൃഷ്ടിയിലൂടെ സംതൃപ്തരാക്കി മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നു. എനിക്കിപ്പോൾ 3ാമത്തെ നേത്രം ലഭിച്ചിരിക്കുകയാണ്. ഭഗവാൻ വാചയാണ്, എന്നെ ഓർമ്മിക്കൂ. ബാക്കി എല്ലാ സംഘത്തെയും ഉപേക്ഷിക്കൂ. തൻ്റെ ശരീരത്തെയും ഉപേക്ഷിച്ച് അശരീരിയാകൂ. ആത്മാക്കളെല്ലാം അശരീരിയാണ്. മൂലവതനത്തിൽ അശരീരിയായതു കാരണം ശബ്ദമുണ്ടാക്കുന്നില്ല. അതിനാൽ അതിന് നിർവാണധാമം എന്ന് പറയുന്നു. സൂക്ഷ്മവതനത്തിൽ ചലനമുണ്ടാകുന്നു. ബാബ പറയുകയാണ്, നിങ്ങൾ വീടിനെ ഓർമ്മിക്കൂ, സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യൂ. എനിക്ക് ശബ്ദത്തിനുമുപരിയായി പോകണം. ഈ ലക്ഷ്യം ബുദ്ധിയിൽ ക്ലിയറാണ്. ഇവിടെ വസിച്ചും ശബ്ദത്തിൻ്റെയും ചലനത്തിൻ്റെയും ഉപരിയായി പോകണം. ബാബ മുക്തി, ജീവൻ മുക്തി നൽകുന്നു.
എല്ലാ ആത്മാക്കളും ആദ്യം ശാന്തിയിലേക്ക് പോകുന്നു. പിന്നീട് ഓരോരുത്തരും അവരവരുടെ പാർട്ട് അഭിനയിക്കാൻ വരുന്നുകൊണ്ടിരിക്കുന്നു. ബാബ എനിക്ക് മുഴുവൻ ജ്ഞാനവും കേൾപ്പിച്ചു തന്ന് തനിക്ക് സമാനമാക്കുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, ചക്രം എങ്ങനെ കറക്കണം, എങ്ങനെയാണ് ബീജത്തിൽ നിന്നും വൃക്ഷം പുറത്തേക്ക് വരുന്നത്, ഇതിന്റെ ആയുസ് എത്ര വലുതാണ്, ബാബ ഈ ജ്ഞാനം എനിക്ക് കേൾപ്പിച്ചു തരുന്നു. ബാബ സംഗമയുഗത്തിൽ വന്ന് ദൈവിക രാജ്യം സ്ഥാപിക്കുന്നു. പതിതരായ ഞങ്ങളെ പാവനമാക്കാൻ വരൂ എന്ന് പാടാറുണ്ട്. ഇപ്പോൾ എല്ലാവരും പാവനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവിന് സൃഷ്ടിചക്രത്തിൻ്റെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ലഭിക്കുന്നു. അതിലൂടെ 21 ജന്മത്തേക്ക് ചക്രവർത്തി രാജാവാകുന്നു. ഇത് മുള്ളുകളുടെ കാടാണ്. ഭാരതം തന്നെയാണ് പൂക്കളുടെ പൂന്തോട്ടം. ഇപ്പോൾ ഞാൻ പുഷ്പമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെനിക്ക് ജ്ഞാനമുണ്ട്. ഞാൻ എൻ്റെ പഴയ ശരീരം ഉപേക്ഷിച്ച് നിർവാണധാമത്തിലേക്ക് പോകും. ഇത് അനാദിയായ ലോകനാടകമാണ്. ഇതിൻ്റെ ജ്ഞാനം തീർച്ചയായും എന്നിലുണ്ട്. ഈ ജ്ഞാനത്തിലൂടെയാണ് ഭാരതം സ്വർഗമാകുന്നത്. ഞാൻ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്ത് ശാന്തിയുടെ അനുഭവം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ശബ്ദത്തിനു ഉപരി നിർവാണധാമത്തിൽ പോകാനുള്ള സമയമാണ്. ഞാൻ സുഖദാതാവിൻ്റെ കുട്ടിയായി എല്ലാവർക്കും സുഖം കൊടുക്കുന്നു.
ആർക്കും ദുഃഖം കൊടുക്കുകയില്ല. ഞാൻ സത്യമായ പുഷ്പമായി മാറുന്നു. മുള്ളുകളെ പൂക്കളാക്കുന്നത് സേവനം ചെയ്യുന്നു. മുള്ളുകളെ പൂക്കളാക്കുന്നതിൻ്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓം ശാന്തി.